LGS പരീക്ഷ ഗണിതം മെന്റൽ എബിലിറ്റി വിഭാഗത്തിലുള്ള 20 ചോദ്യങ്ങളാണ് ഇപ്പോൾ പരിചയപ്പെടുന്നത്. 10ാമത്തെ ഭാഗം ഇതടക്കം 10 ഭാഗങ്ങളിലായി 200 ചോദ്യങ്ങളാണ് ഗണിതം മെന്റൽ എബിലിറ്റി വിഭാഗത്തിൽ. തുടങ്ങാം. 54ന്റെ 33 എത്ര? ഒന്നാമത്തെ ചോദ്യമാണ് ഈ ഭാഗത്തില്. ഇവിടെ ഇപ്പോ 54ന്റെ 33 എന്ന് പറഞ്ഞാൽ 33 എന്ന് പറഞ്ഞാൽ അറിയോ? അത് 100/300 ആണ്. അതെങ്ങനെയാണ് നമുക്ക് 33 33 കൊണ്ട് ഗുണിച്ചാൽ 99, അതിന്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാണ്? 100. ശതമാനമാക്കുമ്പോ 3 ഗുണിക്കണം 100 എന്ത് വന്നു? 1/3. ഇനി 54ന്റെ 1/3 എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 54 ഗുണിക്കണം 1/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 18. സിമ്പിൾ ആയിട്ട് കഴിയും. രണ്ടാമത്തെ ചോദ്യമാണ്, ഒരു വിദ്യാലയത്തിലെ ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും 12:13 എന്ന അംശബന്ധത്തിലാണ്. പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തെക്കാൾ 24 കൂടുതലാണ്. ആൺകുട്ടികളുടെ എണ്ണം എത്ര? ചോദ്യം വലുപ്പമുണ്ട്, ഉത്തരം സിമ്പിൾ. അതെങ്ങനെയാ നോക്കാം. ഈ അംശബന്ധങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 12:13, 1 മാത്രം അല്ലെ, ഒറ്റൊന്നിലുള്ളൂ. അപ്പൊ പിന്നെ ഒരു പ്രശ്നമില്ല. ആൺകുട്ടികളുടെ എണ്ണം ചോദിക്കാൻ ഇതില് 12:13 ആൺകുട്ടികൾ എത്രയാണ്? 12. പെൺകുട്ടികൾ 13, ആൺകുട്ടികൾ 12. അപ്പോ ഈ ഇതിനെ 24നെ 12 കൊണ്ട് ഗുണിച്ചാൽ മതി ആൺകുട്ടികളുടെ എണ്ണം കിട്ടാൻ. അപ്പോ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 24 ഗുണിക്കണം 12 എത്ര വരും? 288. ഓക്കെ. അടുത്തത് 24 സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പി 35 cm² വിസ്തീർണം വരത്തക്ക വിധത്തിൽ, cm² എന്ന് പറഞ്ഞാൽ ചതുരശ്ര സെന്റിമീറ്റർ ആണേ, വരത്തക്ക വിധത്തിൽ ചതുരാകൃതിയിൽ മടക്കിയാൽ ചതുരത്തിന്റെ നീളം എത്ര? എന്താ ഇതിനൊരു ബുദ്ധിമുട്ട്? മൂന്നാമത്തെ ചോദ്യമല്ലേ. ഇതിലിപ്പം ഈ ചതുരത്തിന്റെ വിസ്തീർണം എത്ര വന്നു? 35 cm² ആണ്. ഏത് അളവിലാണ്, അതായത് നീളവും വീതിയും ഏത് അളവിൽ തന്നാണ് ഒരു ചതുരത്തിന്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് 35 cm² കൃത്യമായിട്ട് കിട്ടുക? അത് 7 ഗുണിക്കണം 5. 7 5 35. അപ്പൊ ഇതിന്റെ പരപ്പളവ് എത്ര, ചുറ്റളവ് എത്ര വരും? 7ഉം 5ഉം കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? 24. 7ഉം 5ഉം 12 ഗുണിക്കണം 2, 24. അപ്പൊ അത് റെഡി. അപ്പൊ ചതുരത്തിന്റെ നീളം എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? 7. അത്രയേ ഉള്ളൂ. ഇങ്ങനെ അങ്ങ് ചെയ്തേക്കണം. അടുത്ത ചോദ്യം, 12, 18, 27 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം 8, 14, 23 എന്നീ ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചത് 1, 2, 3, 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ. അതിൽ ഏറ്റവും ചെറുതാണ് ചോദിച്ചത്. എന്താ വേണ്ടത്? ഇതിലെ ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കുക, അതിനെ 12 കൊണ്ട് ഹരിക്കുക, അപ്പൊ എന്ത് കിട്ടണം? 8 ശിഷ്ടം കിട്ടണം. 18 കൊണ്ട് ഹരിക്കുക, അപ്പൊ 14 ശിഷ്ടം കിട്ടണം. 27 കൊണ്ട് ഹരിക്കുക, അപ്പൊ 23 ശിഷ്ടം കിട്ടണം. അങ്ങനെ ഈ 4 എണ്ണത്തിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 100നെ 12 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 12, 8, 96, ശിഷ്ടം 4 വരും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 8 ആണ്. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ്, എ അല്ല. 104 എടുക്കുക അല്ലെ. 104നെ 12 കൊണ്ട് ഹരിച്ചാൽ
12 8 96 8 ശിഷ്ടം വരുന്നുണ്ട്, അത് ഓക്കെ. ഇനി 104നെ 18 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 18 കൊണ്ട് ഇപ്പൊ 12 കൊണ്ട് ഹരിച്ചപ്പോ 8 ശിഷ്ടം വരുന്നുണ്ട്. ഇനി 18 കൊണ്ട് ഹരിക്കുമ്പോ എന്ത് കിട്ടണം? 14 ശിഷ്ടം വരണം. 104നെ 18 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? ഹരിച്ചു നോക്കാം. 104 നാലാമത്തെ ചോദ്യമാണ്. ഹരിക്കണം 18, 5 8 90. അപ്പൊ 14 ശിഷ്ടം വരുന്നുണ്ട്, അത് കറക്റ്റ് ആണ്. അപ്പം ഈ 104നെ 12 കൊണ്ട് ഹരിച്ചപ്പോ 8 ശിഷ്ടം കിട്ടി, 18 കൊണ്ട് ഹരിച്ചപ്പോ 14 കിട്ടി. അപ്പം രണ്ടെണ്ണത്തിൽ ഇത് ശരിയാണ്. ഇനി മൂന്നാമത്തെ നോക്കണം അല്ലെ. 104നെ 27 കൊണ്ട് ഹരിക്കണം. 27 3 81 23. അപ്പൊ 23 അത് കിട്ടി. അപ്പൊ ഉത്തരം ഓപ്ഷൻ ബി 104. അഞ്ചാമത്തത്, ഒരു ക്ലോക്കിൽ സമയം 12:15 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? ഒരു വെറുതെ ഒരു ക്ലോക്ക് വയസ്സ് നോക്കുക. 12 6 9 3 1 2 4 5 7 8 10 11. സമയത്തിന് 12:15 ആണ്. 12:15 ആകുമ്പോൾ ഇതെത്ര വരും? ഇവിടെ 3ന്റെ മുകളിൽ ഇത് 12ന്റെയും 1ന്റെയും നടുവിലായിട്ട് വരും. ഈ കോണളവാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ മെത്തഡാണ്. 12നും 3നും ഇടയില് എത്ര വ്യത്യാസം വരുന്നുണ്ട്? വ്യത്യാസം വരുന്നെന്ന് ചോദിക്കുമ്പോ ഇതാ, ഒരു കോൺ ഇവിടെ, ഒരു കോൺ ഇവിടെ, ഒരു കോൺ, ഇങ്ങനെ 3 അല്ലേ? ഇവ തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. അപ്പൊ എത്ര വരും? ആകെ കോണളവ് 90. ആ 90ൽ നിന്ന് എന്ത് ചെയ്യണമെന്നറിയോ? ഈ മണിക്കൂർ സൂചി 12നും 3നും ഇടയിലാണ് വരുന്നത്. 12ന്റെ അപ്പുറമല്ല, 12നും 3നും ഇടയിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പം 12:15 അല്ലേ? 12:15. ഈ 15ന്റെ പകുതി എത്രയാണ്? 7.5. അത് ഇതിൽ നിന്ന് കുറക്ക്. 7.5 എത്ര വരും? 82.5 ഡിഗ്രിയാണ് ഇതിന്റെ ഉത്തരം. അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം, ലീന മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കിഴക്കോട്ടും ഇന്ദു മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ വടക്കോട്ടും ഒരു സ്ഥലത്ത് നിന്നും ഒരേ സമയം കാറോടിച്ചു പോയി. 2 മണിക്കൂർ കഴിയുമ്പോൾ അവർ തമ്മിലുള്ള അകലം ഏറ്റവും ചുരുങ്ങിയത് എത്രയായിരിക്കും? സിമ്പിളാണ്. പൈത്തഗോറസ് സിദ്ധാന്തമാണ് ഇതിലുള്ളത്. അതെങ്ങനെയാണെന്നറിയോ? നോക്കാം. 6ാമത്തെ ചോദ്യം. ഇവിടെ നിന്നാണ് പോകുന്നത്. ഇവിടെ നിന്ന് അവരെങ്ങോട്ടാ പോകുന്നത്? അതില് ലീന പോകുന്നത് കിഴക്കോട്ടാണ്. അപ്പൊ ഇവിടെ നിന്നാണെങ്കിൽ കിഴക്കോട്ട് ഇങ്ങോട്ടേക്ക് എത്ര? 40 കിലോമീറ്റർ. അത് 2 മണിക്കൂറാണ്. മണിക്കൂർ 40 കിലോമീറ്റർ ആകുമ്പോ പിന്നെ 2 മണിക്കൂർ കൊണ്ട് എത്ര വരും? 80 കിലോമീറ്റർ സഞ്ചരിച്ചു. ആര്? ലീന. പിന്നെയോ ഇന്ദു എന്ന് പോകുന്നത് വടക്കോട്ടാണ്. വടക്കോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നു. അതെത്രയാ? മണിക്കൂറിൽ 30 കിലോമീറ്റർ, 2 മണിക്കൂർ. അപ്പൊ എത്ര വരും? 60 കിലോമീറ്റർ. അപ്പൊ ഒരാളിവിടെ എത്തി, ഒരാളിവിടെ എത്തി. ഈ ചോദ്യമാണ്, ഈ അകലമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിന്ന് ഒരു മട്ടത്രികോണം കണ്ടില്ലേ? മട്ടത്രികോണത്തിന്റെ കർണമാണല്ലോ. കണ്ടുപിടിക്കാൻ എന്താ വഴി? പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ റൂട്ട് ഓഫ്, അതായത് റൂട്ട് ഓഫ് 60 സ്ക്വയർ പ്ലസ് 80 സ്ക്വയർ 3600 പ്ലസ് 6400 റൂട്ട് ഓഫ് 10,000.
റൂട്ട് ഓഫ് 10,000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 മീറ്റർ. അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ മനസ്സിൽ തന്നെ ചെയ്യുന്നില്ല. 60 സ്ക്വയർ 3600, 80 സ്ക്വയർ 6400, രണ്ടും കൂടെ കൂട്ടിയാൽ 10,000. അതിന്റെ റൂട്ട് 100. അങ്ങനെ ചെയ്യാവുന്ന ഒരു സെക്കൻഡ് ഉണ്ട്, അല്ലെങ്കിൽ 2 സെക്കൻഡ്, മാക്സിമം 3 സെക്കൻഡ് ചെയ്യാവുന്ന കണക്കാണ്. ഓക്കെ. ഏഴാമത്, ഒരു വസ്തു 1980 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായാൽ അതിന്റെ യഥാർത്ഥ വില എന്താണ്? ഒരു വസ്തു 1980 രൂപക്ക് വിറ്റപ്പോൾ, നമ്മൾ വിറ്റ വിലയാണ് 1980, എന്നിട്ടോ നഷ്ടം 10% ഉണ്ടായി. എങ്ങനെയാണ് വിറ്റ വില കിട്ടുന്നത്? അത് വാങ്ങിയ വിലയെ നഷ്ടശതമാനം കുറച്ച് ഗുണിക്കുമ്പോഴാണ് വിറ്റ വില. മനസ്സിലായിട്ടില്ല അല്ലേ? അതായത് വാങ്ങിയ വില ഗുണിക്കണം 10% പറഞ്ഞാൽ അത് 100ൽ നിന്ന് 10 കുറഞ്ഞു, അതായത് 90/100 എത്രയാണ്? 1980. യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില ആണ് കണ്ടുപിടിക്കേണ്ടത്. വാങ്ങിയ വില കാണുന്ന എന്താ വഴി? ഈ 90/100 ഇങ്ങോട്ടേക്ക് വരിക. 1980 ഗുണിക്കണം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതെന്താവും? 100/90. ഈ 0 പോയി, ഈ 0 പോയി, ഇത് ഇതിനെ വിട്ട് 22 ഗുണിക്കണം 100, 2200 രൂപ. ഇതാണ് യഥാർത്ഥ വില. ഒരു ചതുരത്തിന്റെ നീളം 10%-വും വീതി 20% വർദ്ധിപ്പിച്ചാൽ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? ചതുരത്തിന്റെ നീളം നമ്മൾ 20ഉം വീതി 10ഉം എടുക്കുക. പരപ്പളവ് എത്ര വരും? 200. എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്? ചതുരത്തിന്റെ നീളം 10% വർദ്ധിപ്പിക്കും. അപ്പൊ 20 എത്രയാവും? 22. ഇതെത്ര വരും? 10. അത് 20% വർദ്ധിക്കുന്നു. അപ്പം 20% വർദ്ധിക്കുമ്പോൾ 10 12 ആകും. അതായത് 2 കൂടും, 12 ആകും. ഇനി ഇവ തമ്മിൽ ഗുണിക്കുക. ഗുണിച്ചാൽ എന്ത് വരും? 22 ഗുണിക്കണം 12, 220ഉം 264 വരും. എത്ര കൂടി? 64 കൂടി. എത്രക്ക് കൂടി? 200ന് 64 കൂടി. അപ്പൊ 100 എത്ര വരും? 32. അതായത് 32% അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. രാമുവും ബാബുവും ഒരു തുക 2:5 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ ബാബുവിന് 1500 രൂപ അധികം കിട്ടി. എങ്കിൽ എത്ര രൂപയാണ് വീതിച്ചത്? ഇങ്ങനൊരു ചോദ്യം വന്നല്ലോ. അപ്പൊ ഇതിന്റെ ഉത്തരമാണ് ഈ ഓപ്ഷൻസ് എടുത്ത് നോക്കുന്നതാണ് ബെസ്റ്റ്. ഇപ്പൊ 4000 രൂപയാണെന്ന് സങ്കല്പിക്കുക. ഉത്തരം 9ാമത്തെ ചോദ്യം. 4000 രൂപ വീതിക്കുന്നു. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2:5 3 ആണ് അല്ലെ? ആകെ എത്ര ഭാഗം? 3 ഭാഗമാണ്. അപ്പൊ 3/2 കൂടെ കൂട്ടിയ 7, 1500 കിട്ടുന്നുണ്ടോ മാത്രം നോക്കിയാൽ മതി. 4000നെ 7 കൊണ്ട് നിശ്ചയം ഹരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇതല്ല. പിന്നെ അടുത്ത എന്താ? 3500 ഗുണിക്കണം 3/7. ഇത് 500. 500 ഗുണിക്കണം 3 1500. കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ വ്യത്യാസം? അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ബി ആണ് ഉത്തരം, 3500. ഒരു പരീക്ഷയ്ക്ക് പാസ്സാകണമെങ്കിൽ 50% മാർക്ക് ലഭിക്കണം. ഒരു കുട്ടിക്ക് 172 മാർക്ക് കിട്ടിയപ്പോൾ 28 മാർക്കിന്റെ കുറവ് കൊണ്ട് വിജയിച്ചില്ല. എങ്കിൽ ആകെ മാർക്ക് എത്ര? എന്താ ചോദ്യം മനസ്സിലായോ? ആകെ മാർക്കാണ് ചോദിച്ചത്. ആകെ മാർക്കും ഈ തന്നിരിക്കുന്ന കാര്യം തമ്മിൽ എന്താ ബന്ധം? ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ജയിക്കണമെങ്കിൽ 50% മാർക്ക് വേണം. പക്ഷെ കുട്ടിക്ക് കിട്ടിയത് 172 മാർക്കാണ്. എത്ര കുറഞ്ഞു? 28 എന്ന് പറഞ്ഞാൽ എത്ര മാർക്ക് വേണം?
172 കൂടെ 28 കൂടെ കൂട്ടിയാൽ 200 മാർക്ക് ഉണ്ടെങ്കിൽ കുട്ടി ജയിക്കൂ. ആ 200 മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ മാർക്കിന്റെ 50%. അപ്പൊ 100% എത്ര വരും? 200ന്റെ ഇരട്ടി. ഓപ്ഷൻ ഡി 400 അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, 2n സമം 256. 2n+2 അതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് 2n+2? 2n ഗുണിക്കണം 2 സ്ക്വയർ. 2 സ്ക്വയർ എത്രയാ? 4. അതായത് 2n 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര എന്നാണ് ശരിക്കുള്ള ചോദ്യം. 2n ഇവിടെ തന്നിട്ടുണ്ട് 256. അതിന് 4 കൊണ്ട് ഗുണിക്കുക. 256നെ 4 കൊണ്ട് ഗുണിക്കാൻ ആദ്യം 2 കൊണ്ടും പിന്നീട് 2 കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. 256നെ 2 കൊണ്ട് ഗുണിച്ചാൽ 512. അതിനെ വീണ്ടും 2 കൊണ്ട് ഗുണിച്ചാൽ ഓപ്ഷൻ എ ആണ് 1024. 13ാമത്തെ ചോദ്യം, ഒരു പരീക്ഷയിൽ മീനുവിന് 343 മാർക്കും സീമക്ക് 434 മാർക്കും ലഭിച്ചു. സീമക്ക് ലഭിച്ചത് 62% മാർക്ക്. എങ്കിൽ മീനുവിന് എത്ര ശതമാനം മാർക്ക് ലഭിച്ചു? സീമക്ക് ലഭിച്ചത് 62%. സീമക്ക് ലഭിച്ച മാർക്ക് എത്രയാ? 434. അതെന്താണ്? അത് ഏതോ ഒരു മാർക്കിന്റെ 62%. അപ്പൊ നമുക്ക് എന്ത് വേണം? ഇത് എത്ര മാർക്കിൻ്റെതാണെന്ന് കണ്ടുപിടിക്കണം. എത്ര മാർക്കിന്റെ 62%മാണ് 434 എന്ന് കണ്ടുപിടിക്കണം. അതായത് എക്സ് ആയിക്കോട്ടെ. അപ്പൊ എക്സ് സമം എന്താണ്? 434 ഗുണിക്കണം 100/62. ഇനി 62നെ 434നെ 62 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 7 വരും. അതായത് 700. അപ്പൊ 700 മാർക്കിനാണ് ഈ മാർക്കൊക്കെ ലഭിച്ചിട്ടുള്ളത്. എങ്കിൽ നമുക്ക് മീനുവിന് എത്ര മാർക്ക് ഇട്ട്? 343. അത് 700 343 അതിന്റെ ശതമാനം കാണാം. 100 നോക്കിയാൽ അപ്പൊ ഇത് പോയി 343/7 അല്ലേ? 34 7 4 7 28 63 9. അപ്പൊ 49% ആർക്ക് കിട്ടിയത്? മീനുവിന് ലഭിച്ച മാർക്കിന്റെ ശതമാനം. അടുത്ത ചോദ്യം, കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ 8000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കൊണ്ട് 9650 രൂപ ആയാൽ പലിശ നിരക്ക് എത്ര? പലിശ നിരക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പം മുതൽ തന്നിട്ടുണ്ട്, പലിശ അടക്കം മുതൽ തന്നിട്ടുണ്ട്, കാലവും തന്നിട്ടുണ്ട്. നമുക്ക് പലിശ നിരക്ക് കാണാം. അതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഈ സൂത്രവാക്യം A സമം P ഗുണിക്കണം 1 + R (n). ഇതിലെ A എന്ന് പറയുന്നത് അത് 9680 സമം P 8000 ഗുണിക്കണം 1 + R/100 (n). n 2. 9680 സമം ഇവിടെ എത്ര വരും? ഇതിനെ വിപുലീകരിച്ച് എഴുതുമ്പോ 8000 ഗുണിക്കണം 100 + R/100 ഗുണിക്കണം 100 + R/100. ഇവിടെ ഇപ്പോ ഈ 0 2 0 ഇതും വെട്ടി, ഇതും വെട്ടി. അപ്പൊ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. 9680 സമം 8/10 ഗുണിക്കണം 100 + R ബ്രാക്കറ്റിലാക്കാം 100 + R. ഇത് തിരിച്ച് അങ്ങോട്ടേക്ക് പോട്ടെ ഈ സാധനം. അപ്പൊ എന്ത് വരും? 9680 ഗുണിക്കണം 10/8
സമം 100 പ്ലസ് ആർ ഹോൾ സ്ക്വയർ. ഇതിപ്പോ നമുക്ക് വെട്ടിച്ചെറുതാക്കുമ്പോൾ 121 1210 9250 8 കൊണ്ട് ഹരിക്കുമ്പോൾ 1210. 1210 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര വരും? 12100 സമം എന്താണ്? 100 പ്ലസ് ആർ ഹോൾ സ്ക്വയർ. നൂറ് പ്ലസ് ആറ് ഹോൾ സ്ക്വയർ ആണ് ഇത് 12100. അപ്പൊ 100 പ്ലസ് ആറ് എത്ര വരും? അത് ഇതിന്റെ റൂട്ടാണ്. 100 പ്ലസ് ആർ സമം റൂട്ട് ഓഫ് 12100, അതായത് 110. 100 പ്ലസ് ആർ സമം 110. ആർ സമം എത്ര വരും? 110 മൈനസ് 100, അതായത് 10. ഇതാണ് പലിശ. കുറച്ച് ചെയ്യാനുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ കറക്റ്റ് റൂട്ടിൽ വരികയാണെന്ന് വെച്ചാൽ അതിന്റെ വഴിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉത്തരം വേഗത്തിൽ ചെയ്യാനും പറ്റും. അടുത്ത ചോദ്യം. 35 കുട്ടികളുടെ ശരാശരി ഭാരം 47.5 കിലോഗ്രാം. ഒരു അധ്യാപികയുടെ ഭാരം കൂടി ചേർന്നപ്പോൾ ശരാശരി 500 ഗ്രാം കൂടി. അധ്യാപികയുടെ ഭാരം എത്ര? അപ്പൊ 35 കുട്ടികളുടെ ശരാശരി ഭാരം എത്രയാണ്? 47.5 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 47 കിലോഗ്രാമും 500 ഗ്രാമും, അതാണ് അതിന്റെ അർത്ഥം. ടീച്ചറുടെ ഭാരം കൂടി ചേർന്നപ്പോ അപ്പൊ എത്ര ആയി? 36 ആയി. ശരാശരി ഭാരം എന്തായി? 47.500 ഗ്രാം. അതിന്റെ കൂടെ 500 ഗ്രാം കൂടി ചേർപ്പോ എന്തായി? 48 കിലോ. ടീച്ചറുടെ ഭാരം കാണുക വഴി ഇതിന്റെ ആകെ ഭാരം കാണുക, ഇതിന്റെ ആകെ ഭാരം കാണുക, എന്നിട്ട് ഇതിൽ നിന്ന് ഇത് കുറക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ 47.5 ഗുണിക്കണം 35 കാണുക, അത് കിട്ടുന്ന ഒരു സംഖ്യ. അതുപോലെ 48 ഗുണിക്കണം 36 അത് കാണുക, എന്നിട്ട് ഇതിൽ നിന്ന് ഇത് കുറച്ച് കിട്ടുന്നതാണ് അതിന്റെ ഉത്തരം. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അത് അത്ര പ്രയാസമുള്ള കാര്യമല്ലല്ലോ, ഇത് ഗുണിക്കലും കുറയ്ക്കലും, അതാണ് അതിന്റെ മെത്തേഡ്. ഓക്കെ, അത് പൂർണ്ണമായും ചെയ്യാതെ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 4 സംഖ്യകളിൽ ആദ്യത്തെ 3 എണ്ണത്തിന്റെ ശരാശരി 16ഉം അവസാനത്തെ 3 എണ്ണത്തിന്റെ ശരാശരി 15ഉം ആണ്. അവസാന സംഖ്യ 18 ആയാൽ ആദ്യ സംഖ്യ ഏത്? അപ്പൊ നമുക്ക് ആദ്യ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഇത് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ചെയ്തു നോക്കാം. 16ാമത്തെ ചോദ്യമാണല്ലോ. 4 സംഖ്യകളിൽ ആദ്യത്തെ 3 എണ്ണത്തിന്റെ ശരാശരി. അപ്പൊ 4 സംഖ്യ നമ്മൾ എ ബി സി ഡി എന്ന് എടുക്കുന്നു. അതിലെ ആദ്യത്തെ 3 എണ്ണം ഇതാണ് എ ബി സി. അതിന്റെ ശരാശരി 16 ആണ്. അതിന്റെ ശരാശരി 16 ആണ് എന്ന് പറഞ്ഞാൽ ഇവയുടെ 3ന്റെയും കൂടി തുക എത്രയാണ്? എ പ്ലസ് ബി പ്ലസ് സി. 16 ഗുണിക്കണം 3 48. എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, അവസാന 3 എണ്ണത്തിന്റെ ശരാശരി 15. അവസാന 3 എന്ന് പറയുന്നത് ബാക്കി ഇതാണല്ലോ, ബി പ്ലസ് സി, ബി പ്ലസ് സി പ്ലസ് ഡി. ശരാശരി 15 ആണ്. അപ്പൊ തുക എത്ര വരും? 45. ഇതില് എന്താ? അവസാന സംഖ്യ 18 ആണ്, അതായത് ഡി സമം 18. എങ്ങനെ കാണാം? ഡി സമം 18 കിട്ടി. അപ്പം ബി പ്ലസ് സി എത്ര വരും? 45 നിന്ന് 18 കുറച്ചാൽ മതിയല്ലോ അല്ലെ? ബി പ്ലസ് സി സമം 45 മൈനസ് 18 27. ബി പ്ലസ് സി, ബി പ്ലസ് സി പ്ലസ് ഡി ആണ് 45. അതിലെ അവസാന സംഖ്യ ഡി 18 ആണ്, തന്നു, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. പിന്നെ ബി പ്ലസ് സി എങ്ങനെ കാണും? 45 നിന്ന് ഇത് കുറച്ചാൽ കിട്ടുന്നതാണല്ലോ ബി പ്ലസ് സി, അതാണ് 27. അപ്പൊ ബി പ്ലസ് സി സമം എന്ത് കിട്ടി? 27 കിട്ടി. അപ്പൊ എ എങ്ങനെ കാണും? എ സമം
48 നിന്ന് 27 കുറച്ചാൽ മതിയല്ലോ. 21 അതിന്റെ ഉത്തരം. ഒരു ചതുരത്തിന്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 25 സെന്റിമീറ്റർ കൂടുതലാണ്. നീളം 85 സെന്റിമീറ്റർ ആയാൽ ചതുരത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര സെന്റിമീറ്റർ? അപ്പൊ വിസ്തീർണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് കുറച്ച് വളഞ്ഞ തിരിഞ്ഞുള്ള ചോദ്യം അല്ലെ. 17ാമത്തത് എന്താ? ചതുരത്തിന്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 25 സെന്റിമീറ്റർ കൂടുതലാണ്. നീളം 85 സെന്റിമീറ്റർ ആണ്. നീളം 85 സെന്റിമീറ്റർ. ഇനി നമുക്ക് വീതി കാണണം. എന്താ വീതിയുടെ പ്രത്യേകത? എന്താ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? വീതി എന്താണ്? നീളം എന്ന് പറയുന്നത്, അതായത് ഈ 85 സെന്റിമീറ്റർ എന്ന് പറയുന്നത് വീതിയുടെ 2 മടങ്ങിനേക്കാൾ 25 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ വീതിയുടെ 2 മടങ്ങ് കണ്ടുപിടിക്കാം. അതിനെന്താ വഴി? 85 നിന്ന് 25 കുറക്കുക. എത്ര വരും? 60 ആണ്. വീതിയുടെ 2 മടങ്ങ്. അപ്പൊ വീതി എത്രയാ? 60/2, അതായത് 30. ഇനി പരപ്പളവ് കാണാം അല്ലെ. നീളം 85, വീതി 30, പരപ്പളവ് 85 ഗുണിക്കണം 30, 2550 ചതുരശ്ര സെന്റിമീറ്റർ. അത്രയേ ഉള്ളൂ. ഇനി 18ാമത്തെ ചോദ്യം. 1 - 1 1 - 1 ഇങ്ങനെ പോവാ ശ്രേണി. അതിന് 51 പദങ്ങളുടെ തുകയാണ്. അതിന് 51 പദങ്ങളും എഴുതണം? വേണ്ട. ഒരു പദം മാത്രമാണെങ്കിൽ അതിന്റെ തുക എത്രയാ? 1. 2 പദമാണെങ്കിലോ 1 - 1 കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് 0 ആണ്. 3 പദമാണെങ്കിലോ ആ 0ത്തിന് കൂടെ 1 കൂടെ കൂട്ടാം. എത്ര? 1. അപ്പം ഒരു പദം മാത്രമാണെങ്കിൽ 1, 3 പദമാണെങ്കിൽ 1, 5 പദമാണെങ്കിൽ 1. അപ്പൊ ഒറ്റ സംഖ്യകളാണ് അതിന്റെ എണ്ണം വരുന്നതെങ്കിൽ അവയുടെ തുക മുഴുവനും 1 ആണ്. ഇരട്ട സംഖ്യയാണ് വരുന്നതെങ്കിൽ 0 ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എത്രയാണ്? 1. ഓക്കെ. അടുത്ത ചോദ്യം. അച്ഛന്റെയും മകന്റെയും ഇപ്പോഴത്തെ വയസ്സിന്റെ അനുപാതം 6:1 ആണ്. 5 വർഷം കഴിഞ്ഞ് അവരുടെ വയസ്സിന്റെ അനുപാതം 7:2 ആകും. മകന്റെ ഇപ്പോഴത്തെ വയസ്സ്. മകന്റെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് ഏറ്റവും നല്ലത് ഈ ഓപ്ഷൻസ് ഉപയോഗിച്ച് ഇവിടെ വില കൊടുക്കുക. ഓപ്ഷൻസ്, എന്നിട്ട് ഏതാണ് ശരിയാവുക നോക്കുക. അതാണ് സിമ്പിൾ. 19ാമത്തെ ചോദ്യമാണ്. ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 6:1. അച്ഛൻ്റെത് മകൻ്റെത്. ഇത് എഫ്, ഇത് എസ്. 5 വർഷം കഴിഞ്ഞാൽ എന്താകും? അത് 7:2 ആകും. അപ്പൊ നമ്മള് മകന്റെ വയസ്സ് ഇവിടെ തന്നിട്ടുണ്ട് 4. മകന്റെ വയസ്സ് 4 ആകുമ്പോൾ അച്ഛന്റെ വയസ്സ് എത്ര വരും? 24. അതിന്റെ 6 മടങ്ങ്. 5 വർഷം കഴിഞ്ഞാൽ ഇതെന്താകും? ഇത് 9 ആകും. ഇത് 29 ആകും. ഇത് 7:2 ആണോ? അല്ല. അപ്പൊ ഇത് തെറ്റാണ്. ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ബി അടുത്തല്ലേ 5 വരുമ്പോ അച്ഛന്റെ വയസ്സ് എത്ര വരും? അതിന്റെ 6 മടങ്ങ് 30. 5 വർഷം കഴിയുമ്പോൾ മകന്റെ വയസ്സ് 10 ആകും. ഇത് 35 ആകും. എത്ര വരും? ഇനി നമ്മളിപ്പോ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ഇത് 2 കിട്ടും. ഇത് എത്ര വരും? 7 കിട്ടും. 7:2 ശരിയാണ് അല്ലേ? അപ്പം ഓപ്ഷൻ ബി 5 ആണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. ഒരു സമചതുരത്തിന്റെ വിസ്തീർണം 100 ചതുരശ്ര സെന്റിമീറ്റർ. സമചതുരത്തിന്റെ വശത്തിന്റെ നീളം ഇരട്ടിയാക്കിയാൽ വിസ്തീർണം എത്ര വരും? അപ്പൊ ഇത് എത്ര? നോ പ്രോബ്ലം. സമചതുരം 100 ചതുരശ്ര സെന്റിമീറ്റർ. അപ്പൊ വശം എത്ര? 10. ചോദിച്ചിരിക്കുന്നത് എന്താ? വശത്തിന്റെ നീളം ഇരട്ടിയാക്കുന്നു. അതായത് 10 എന്നുള്ളത് 20 ആക്കുന്നു. അപ്പൊ വിസ്തീർണം എത്ര വരും? 20 ഗുണിക്കണം 20. അതായത് ഇതിന്റെ 4 മടങ്ങ്. അത് കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. ഇങ്ങനെയൊന്നും ആവശ്യമില്ല. ഇതിന്റെ 4 മടങ്ങായിരിക്കും ഇരട്ടിയാക്കും. ഓക്കെ.